ജി കെ വന്ദനയുടെ പിതാവ് മോഹൻദാസ് നമ്മളോടൊപ്പമുണ്ട്. രാവിലെ കോട്ടയത്ത് നിന്ന് വിധി കേൾക്കാനായിട്ട് വന്നതാണ്. ഇപ്പോൾ ശിക്ഷാവിധി മറ്റന്നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്നുള്ളത് തന്നെയായിരിക്കും നിങ്ങളുടെ ആവശ്യം. എന്താണ് പ്രതി? ഞങ്ങളുടെ ആവശ്യമല്ല, നിയമത്തിൻ്റെ ആവശ്യം. ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. ഇപ്പം പ്രോസിക്യൂഷൻ നമ്മുടെ അഡ്വക്കേറ്റ് പ്രസൻറ്റ് ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും അസന്നിഗ്ധമായിട്ട് തെളിഞ്ഞതായിട്ടാണ് കോടതി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ശിക്ഷയും കോടതി വിധിക്കും എന്ന് എല്ലാവരെ പോലെ ഞങ്ങളും അത് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്ത് ശിക്ഷയാണെന്ന് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന കോടതിയുടെ കയ്യിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നാളത്തെ കഴിഞ്ഞ് 19-ാം തീയതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടര വർഷമായിട്ട് ഇതിൻ്റെ പുറകെ ആയിരുന്നു. ഈ കേസിൻ്റെ പുറകെ മാത്രം കൊല്ലമായിട്ട് ഞങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടി. നമ്മുടെ അഡ്വക്കേറ്റ് പ്രതാപ് സാറും അദ്ദേഹത്തിൻ്റെ ടീമും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരെല്ലാവരും ഭംഗിയായിട്ട് അവരുടെ സത്യസന്ധമായ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുന്നതിന് അവരെല്ലാം സഹായം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ബഹുമാനപ്പെട്ട നമ്മുടെ കോടതി ഇങ്ങനെ വിധിച്ചിരിക്കുന്നത്. എല്ലാ കുറ്റങ്ങളും സംശയാതീതമായി തെളിഞ്ഞായിട്ട് കോടതി പ്രഖ്യാപിച്ചു. അതിൻ്റെ ശിക്ഷയുടെ കോടതി തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്ത് വിധിയായിരിക്കും, എന്ത് ശിക്ഷയായിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. വക്കീലൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്. ഇപ്പോൾ എന്ത് ശിക്ഷയെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റിയല്ല, നമുക്കറിയത്തില്ല. അതാണ് എൻ്റെ കാര്യം. ഏതൊക്കെയാലും ഇതിൻ്റെ ഞങ്ങൾക്ക് പോകാനുള്ള പോയെങ്കിൽ പോലും ഈ കുറ്റകൃത്യം ചെയ്ത ആളുടെ ഈ പറഞ്ഞേക്കുന്ന കുറ്റങ്ങളെല്ലാം വളരെ സംശയാതീതമായിട്ട് തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ കഴിഞ്ഞതിൽ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ കോടതി വ്യവഹാരങ്ങളും മറ്റു നടപടികളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. മറ്റന്നാൾ എന്നൊരു ദിവസത്തിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരുന്നത്. നീതി ലഭിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അമ്മ ഒപ്പമുണ്ടായിരുന്നു. അമ്മ കാറിലാണുള്ളത്. അതായത് ഇവർക്കൊപ്പം നിയമ നടപടി സ്വീകരിക്കുന്ന സമയത്തായാലും എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ്. ആദ്യം മുതൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ്. എന്താണ് പ്രതീക്ഷ? ഞങ്ങൾക്ക് ഇനി പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോള് പോയി. പക്ഷെ എങ്കിൽ പോലും ഇതൊരു മനസാക്ഷിയെ അല്ലെങ്കിൽ കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു ഇതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.